നമസ്കാരം. സ്വപ്ന നഗരമായ ദുബായിൽ ജീവിത ചെലവ് ഓരോ വർഷവും സാധാരണക്കാരന്റെ കൈപ്പിടിയിൽ നിന്ന് അകലുകയാണ്. പുതുവർഷത്തിന്റെ വരവോടെ ദുബായിലെ വാടക നിരക്കുകളിൽ 6% വരെ വർധന ഉണ്ടാകുമെന്ന വിപണി വിദഗ്ധരുടെ മുന്നറിയിപ്പ് പ്രവാസി സമൂഹത്തിനിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ്. വിദേശ നിക്ഷേപകരുടെ കുത്തൊഴുക്കും ഗോൾഡൻ വിസ ഉടമകളുടെ വർധനയും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടാക്കിയ ഡിമാൻഡ് വലുതാണ്. പാം ജുമൈറയും ദുബായ് മറീനയും പോലുള്ള പ്രീമിയം കേന്ദ്രങ്ങളിൽ വാടക കുത്തനെ ഉയരുമ്പോൾ അതിന്റെ അലയൊലികൾ സാധാരണക്കാർ താമസിക്കുന്ന മേഖലകളിലേക്കും പടരുകയാണ്. തുടർച്ചയായ 3-ാം വർഷവും രേഖപ്പെടുത്തുന്ന ഈ വിലക്കയറ്റം പ്രവാസികളുടെ സമ്പാദ്യത്തെയും ജീവിത നിലവാരത്തെയും കാര്യമായി ബാധിക്കുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും വിദേശ നിക്ഷേപകരുടെ ഒഴുക്കും കാരണം പുതുവർഷത്തിൽ ദുബായിലെ വാടക നിരക്ക് 6% വരെ വർദ്ധിച്ചേക്കും. ഗോൾഡൻ വിസ ഉടമകളുടെയും വിദേശ പ്രൊഫഷണലുകളുടെയും എണ്ണം കൂടുന്നതും ഫ്ളാറ്റുകളുടെയും വില്ലകളുടെയും ആവശ്യകത വർദ്ധിപ്പിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും വാടക ഉയരുന്നത് പാം ജുമൈറ, ദുബായ് ഹിൽസ്, ഡൗൺ ടൗൺ ദുബായ്, ദുബായ് മറീന തുടങ്ങിയ ഭാഗങ്ങളിലെ ഫ്ളാറ്റുകൾക്കാണ്. കാരണം ഇവിടെ ആവശ്യക്കാർ ഏറുന്നതുകൊണ്ട് മറ്റിടങ്ങളെ അപേക്ഷിച്ച് വാടക കുത്തനെ ഉയരുന്നുണ്ട്. ഈ വാടക ഉയരുന്നത് ഈ സ്ഥലത്ത് മാത്രം ഒതുങ്ങുന്നില്ല. കാരണം ഇതിന് ആനുപാതികമായി മറ്റു സ്ഥലങ്ങളിലും വാടക ഉയരുമെന്നത് കുറഞ്ഞ ശമ്പളക്കാരായ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് തിരിച്ചടിയാകും. 2024 ദുബായിൽ ഏറ്റവും കൂടുതൽ വാടക വർധന രേഖപ്പെടുത്തിയത്. വിവിധ മേഖലകളിൽ 10 മുതൽ 30% വരെ വർധന രേഖപ്പെടുത്തിയിരുന്നു. ഈ വർഷം 10 മുതൽ 13% വരെയാണ് വാടക വർദ്ധിച്ചത്. മെട്രോ ലൈനുകളുടെ വിപുലീകരണവും അൽ മക്തൂം വിമാനത്താവളത്തിന്റെ വികസനവും നടപ്പാക്കുന്ന മേഖലകളിൽ വാടക നിരക്ക് മറ്റ് സ്ഥലങ്ങളെക്കാൾ വേഗത്തിൽ ഉയരുന്നുണ്ട്. സൗകര്യങ്ങൾ വർദ്ധിക്കുന്നത് കെട്ടിട ഉടമകൾ വാടക കൂട്ടാൻ കാരണമായി പറയുകയും ചെയ്യുന്നു. ടൂറിസം സീസണുകളിൽ ഫ്ളാറ്റുകൾ ഹോളിഡേ ഹോമുകളായി ഉയർന്ന നിരക്കിൽ വിനോദസഞ്ചാരികൾക്ക് നൽകുന്ന ട്രെൻഡുമുണ്ട്. ഇത് സ്ഥിരതാമസക്കാർക്ക് ലഭ്യമായ ഫ്ളാറ്റുകളുടെ എണ്ണം കുറയ്ക്കുകയും സാധാരണ വാടക നിരക്ക് ഉയർത്തുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെ ഫ്ളാറ്റുകൾ ടൂറിസത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ സാധാരണക്കാരായ പ്രവാസികളെയാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത്. അവർക്കിത് കിട്ടാതിരിക്കുകയും വാടക കൂടുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. തുടർച്ചയായി 3 വർഷങ്ങളിൽ വാടക വർധനം ഉണ്ടായതോടെ വരുമാനവും ചെലവും തമ്മിൽ പൊരുത്തപ്പെടാതെ നട്ടം തിരിയുകയാണ് ഇടത്തരക്കാർ. വാടക താങ്ങാനാവാതെ വന്നതോടെ ദുബായിൽ ജോലി ചെയ്യുന്ന പല മലയാളികളും കുടുംബങ്ങളും വാടക കുറഞ്ഞ ഇടങ്ങളിലേക്ക് മാറുകയാണ്. അതുകൊണ്ടൊന്നും അവരുടെ ബുദ്ധിമുട്ട് തീരുന്നില്ല. കാരണം യാത്രാക്ലേശം സഹിച്ചും പണം ലാഭിക്കാനുള്ള ഈ നീക്കം പ്രവാസി സമൂഹത്തിൽ വ്യാപകമാണ്. ദൂരസ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുമ്പോൾ വാടക കുറയുമെങ്കിലും ജോലി സ്ഥലത്തേക്ക് എത്താനുള്ള സമയവും ദൂരവും ഒക്കെ കൂടുകയാണ്. ഇത് പലർക്കും ശാരീരികമായും മാനസികമായും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനുള്ള സമയത്തിൽ കുറവ് വരും. അത് മാനസികാരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും. വാടകയ്ക്കൊപ്പം തന്നെ കെട്ടിടങ്ങളുടെ മെയിൻ്റനൻസ് ചാർജും മറ്റു സേവന നിരക്കുകളും ഉയരുന്നത് പ്രവാസികളുടെ പ്രതിമാസ ബജറ്റിനെ താളം തെറ്റിക്കുന്ന മറ്റൊരു കാര്യമാണ്. സ്വന്തമായി ഫ്ളാറ്റ് വാങ്ങുന്നവരുടെ എണ്ണം ഏറുന്നുണ്ട്. അടിക്കടിയുള്ള വാടക വർധനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പലരും സ്വന്തമായി ഫ്ളാറ്റുകൾ വാങ്ങുന്നത്. തവണ വ്യവസ്ഥയിൽ അടയ്ക്കാനുള്ള സൗകര്യം കെട്ടിട നിർമ്മാതാക്കൾ നൽകുന്നതാണ് ഇടത്തരക്കാർക്ക് ഈ കാര്യത്തിൽ ഒരു ആശ്വാസമുള്ളത്. ഓരോ വർഷവും വാടക നൽകുന്ന തുക സ്വരുക്കൂട്ടിയാൽ 5-10 വർഷത്തിനകം ഒരു ഫ്ളാറ്റ് സ്വന്തമാക്കാമെന്ന പരസ്യത്തിലാണ് നിർമ്മാതാക്കൾ ഇടപാടുകാരെ ആകർഷിക്കുന്നത്. വാടക വർധനവ് വരുമാനത്തെ വിഴുങ്ങുന്ന അവസ്ഥയിൽ ദുബായിലെ പ്രവാസി ജീവിതം വലിയൊരു പുനർചിന്തനത്തിന് നിർബന്ധിതമായിരിക്കുകയാണ്. വർഷാവർഷം വലിയൊരു തുക വാടക ഇനത്തിൽ നൽകുന്നതിനേക്കാൾ ലാഭകരം സ്വന്തമായൊരു വീട് വാങ്ങുന്നതാണെന്ന തിരിച്ചറിവിലേക്ക് പലരും എത്തിച്ചേർന്നിട്ടുണ്ട്. നിർമ്മാതാക്കൾ നൽകുന്ന ആകർഷകമായ തവണ വ്യവസ്ഥകൾ ഇടത്തരക്കാർക്ക് ഒരു പരിധിവരെ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും കുറഞ്ഞ ശമ്പളക്കാരായ സാധാരണ പ്രവാസികൾക്ക് ഇത് ഇപ്പോഴും ബാലികേറ മലയാണ്. വരുമാനവും ചെലവും തമ്മിലുള്ള അകലം വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ വാടക നിയന്ത്രണങ്ങളോ കൂടുതൽ ബജറ്റ് ഫ്രണ്ട്ലി പാർപ്പിട പദ്ധതികളോ വരുന്നത് മാത്രമേ പ്രവാസി സമൂഹത്തിന് ശാശ്വതമായ ആശ്വാസം നൽകുകയുള്ളൂ.